പിന്നെപ്പോ വയനാട്ടിലെ 100 കുടുംബങ്ങളെ പാർപ്പിക്കാമെന്ന് പറഞ്ഞ് ലീഗ് പറഞ്ഞു, നിങ്ങൾ ഗവൺമെന്റിലേക്ക് പൈസ കൊടുക്കരുത്, ഞങ്ങൾക്ക് തന്നോളി എന്ന് പറഞ്ഞു. അവിടെയും പിരിച്ചു 40 കോടി റുപ്യ. ഗവൺമെന്റിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് കുറച്ച് താമസം വന്നു. കാരണം 150 ഏക്കർ സ്ഥലം ഏറ്റെടുക്കണം. ആ സ്ഥലം ഏറ്റെടുത്തു ഒരു എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റ് ഏറ്റെടുത്തപ്പോൾ അതിന്റെ മുതലാളി കോടതി പോയി. അങ്ങനെ കോടതി വ്യവഹാരത്തിലേക്ക് പോയി. ആദ്യം സെന്റിന് 17,000 രൂപ വെച്ച് കിട്ടി. അപ്പൊ അയാൾ പറഞ്ഞു പോരാ, സംഖ്യ കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് 23,000 രൂപ വെച്ച് ഓരോ സെന്റിനും കൊടുക്കാമെന്ന് പറഞ്ഞു. 156-160 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. 23,000 റുപ്യ സെന്റിന്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ ആഫീസിൽ നിന്ന് വിളിച്ചാൽ കേൾക്കണ ദൂരത്താണ് ഈ സ്ഥലം. ഞാൻ പോയി നോക്കിയിരുന്നു. ലീഗേര് ഇതുവരെ സ്ഥലം എടുത്തില്ലട്ടോ. സർക്കാരിന് ഈ കോടതി വ്യവഹാരം ഇതൊക്കെ ഉണ്ടല്ലോ. നേരെ മറിച്ച് ലീഗിന്റെ കയ്യിൽ 40 കോടി റുപ്യ ഉണ്ട്. ഓർക്ക് എപ്പോ വേണമെങ്കിലും സ്ഥലം എടുത്തൂടെ? ഓലൊരു 11 ഏക്കർ എടുത്തു. അവസാനം ഒരു സെന്റിന് 1,22,000 റുപ്യ. ഇവരടുത്തൊന്നും എങ്ങനെ പൈസ കൊടുക്കുക? യാതൊരു തത്വദീക്ഷിതയില്ലാതെ 1,22,000 റുപ്യ സെന്റിന്, അതും തോട്ടഭൂമി എടുത്തിക്കണ്. എന്നിട്ട് ഇവര് പറയാ സെപ്റ്റംബർ 1-ാം തീയതി ഞങ്ങൾ പണിയാൻ വേണ്ടി പോവുകയാണ്. ഈ സെപ്റ്റംബർ 1-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തിന് കാത്തിരിക്കേണ്ടി വന്നു? ഈ 40 കോടി റുപ്യ ഈ ദിവസം വരെ, കഴിഞ്ഞ മാസം വരെ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇവരെടുത്ത് ഈ പൈസ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ബലമായ വിശ്വാസം. ഞാൻ അറിഞ്ഞത് ഇവിടെ തഞ്ചാവൂരോ തിരുനെൽവേലിയോ എവിടെ പോയിട്ട് വലിയ ഒരു എസ്റ്റേറ്റ് ഈ 40 കോടിക്ക് എടുത്താൽ അത് പിന്നെ മറിച്ച് വെക്കുമ്പോൾ ഈ 40 കോടി കെട്ടി വെച്ചാൽ മതി, അതിന് കിട്ടുന്ന ലാഭം വേറെ നീക്കി വെക്കാമല്ലോ. അങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കാലം സ്ഥലം വാങ്ങാൻ സാധ്യമാകാതെ പോയത്. ഇപ്പൊ 1,22,000-ന് വിവാദമായിട്ടുള്ള ഒരു ഭൂമി അവർ വാങ്ങി. എന്താ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കട്ടെ, അതിന്റെ ഭൂമിയുടെ തരമനുസരിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യട്ടെ.